നമസ്കാരം. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സന്തോഷിക്കുന്നത് നല്ല ബന്ധങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. കുടുംബത്തിലും ജോലിസ്ഥലത്തും അയൽവക്കത്തുമെല്ലാം നല്ല ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ സന്തോഷമായിരിക്കും. ബന്ധങ്ങൾ വിലപ്പെട്ടതാണ് എന്ന് നമുക്കറിയാമെങ്കിലും ചില ആളുകളുമായി നല്ല ബന്ധം സ്ഥാപിക്കണമെന്ന് നമ്മൾ വിചാരിച്ചാലും കഴിയില്ല. അതിനുള്ള പ്രധാന കാരണം മറ്റുള്ളവർ നമ്മളോട് ചെയ്ത ചില തെറ്റുകൾ നമുക്ക് മറക്കാനും പൊറുക്കാനും കഴിയാതെ വരുന്നു എന്നതാണ്. ദ ലൈൻ ബിറ്റ്വീൻ റൈറ്റ് ആൻഡ് റോങ് ഈസ് ഓഫൺ ബ്ലർഡ് ബൈ അവർ ഓൺ ബയസസ് എന്ന് പറയാറുണ്ട്. ശരിയും തെറ്റിനും ഇടയ്ക്കുള്ള രേഖ പലപ്പോഴും നമ്മുടെ സ്വന്തം പക്ഷപാതങ്ങളിൽ മങ്ങിപ്പോകാറുണ്ട്. ശരിയും തെറ്റും നിശ്ചയിക്കുന്നത് എന്താണ്? ശരിയും തെറ്റും തന്നെ എന്ന് നമ്മൾ പറയും. ശരി എന്നാൽ എന്താണ്? തെറ്റ് എന്നാൽ എന്താണ് എന്ന് ചോദിച്ചാൽ ബയസ് അല്ലെങ്കിൽ പ്രജുഡിസ് എന്നാണ് അതിൻ്റെ കാരണം പറയാനുള്ളത്. ബയസ് എന്ന് പറഞ്ഞാൽ ഇൻക്ലിനേഷൻ, ചായ്വ് എന്ന് വേണമെങ്കിൽ പറയാം. ബയസസ് അഥവാ പക്ഷപാതങ്ങൾ നമ്മുടെ ധാരണകളെ ബാധിക്കുന്നു, നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെ ബാധിക്കുന്നു, നമ്മുടെ ആക്ഷൻസ് അതായത് പ്രവൃത്തികളെ ബാധിക്കുന്നു. അതാണ് ശരി എന്താണ് തെറ്റെന്താണ് എന്ന് നിശ്ചയിക്കുന്നത് പക്ഷപാതങ്ങളാണ് എന്ന് പറയാൻ കാരണം. ഇവിടെ ആരാണ് ശരി എന്ന ചോദ്യം വരും. ഞാനാണോ നിങ്ങളാണോ ശരി? ഇത് സ്ഥാപിക്കാൻ വേണ്ടിയാണ് നമ്മുടെ കുറേ സമയവും ഇന്ധനവും ചിലവാകുന്നത്. ഞാൻ പറയും ഐ ആം റൈറ്റ്, മറ്റേ വ്യക്തി പറയും ഐ ആം റൈറ്റ്. ഇവർ രണ്ടുപേരും പറയുന്നത് ഒന്ന് തന്നെ. ചോദ്യം ആരാണ് ശരി? ഹൂ ഈസ് റൈറ്റ്? വ്യക്തിബന്ധങ്ങളിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ചോദ്യമാണിത്. കോടതിയിൽ പോലും പല കേസുകളും എത്തുന്നത് ഈ വിഷയത്തെ ചൊല്ലിയാണ്. കോടതി പരിശോധിക്കുന്നതും ഇത് തന്നെ, ഹൂ ഈസ് റൈറ്റ്. അവസാനം കോടതിയിൽ ജഡ്ജി വിധി പറയുന്നതും ആരാണ് ശരി എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങളും മറ്റൊരു വ്യക്തിയുമാണ് വിഷയവസ്തുക്കൾ അല്ലെങ്കിൽ വിഷയ വ്യക്തികൾ എന്ന് പറയാം. യു ആൻഡ് ദി അതർ. രണ്ടുപേരും മനസ്സിൽ പറയുന്നത് ഞാനാണ് ശരി എന്നാണ്. ഞാൻ പറഞ്ഞതാണ് ശരി, ഞാൻ ചെയ്തതാണ് ശരി. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്നും നിങ്ങൾ ചെയ്തത് ശരിയല്ല എന്നും വരും. അവസാനം നിങ്ങളെ ശരിയല്ല എന്നാണ് അർത്ഥം വരുന്നത്. അതർ എന്ന് പറയുമ്പോൾ അത് സ്വന്തം ഫാമിലിയിലായിരിക്കാം, ഭർത്താവായിരിക്കാം, ഭാര്യയായിരിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും പരസ്പരം പഴിചാരിക്കൊണ്ട് ഞാനാണ് ശരി നീ ശരിയല്ല എന്ന് പറഞ്ഞു തുടങ്ങിയാൽ ഈ ബന്ധം എവിടെയെത്തും? കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? ഭാര്യയും ഭർത്താവും മാത്രമല്ല, കുട്ടികളും ഇതിൽപ്പെടും. അവർ പറയും അച്ഛനും അമ്മയും ശരിയല്ല, അച്ഛനും അമ്മയും പറയും കുട്ടികൾ ശരിയല്ല. അതുപോലെ തന്നെ സഹോദരന്മാരും സഹോദരിമാരും എല്ലാം ഇതിൽപ്പെടും. ഇനി എക്സ്റ്റെൻഡഡ് ഫാമിലിയിലേക്ക് പോകുമ്പോൾ ഇൻ ലോസ് ആയിരിക്കാം, സഹോദരനോ സഹോദരിയോ ആയിരിക്കാം, കസിൻസ് ആയിരിക്കാം, അമ്മാവൻ, വല്യച്ഛൻ, വല്യമ്മ. ഇങ്ങനെ കുറേ ആളുകളുമായുള്ള ബന്ധത്തിൻ്റെ അവസ്ഥയാണ് നമ്മുടെ പ്രജുഡിസ് അല്ലെങ്കിൽ ബയസ് നിശ്ചയിക്കുന്നത്. ഈ കാര്യം ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ ഭാഗം ശരിയാണ് എന്ന വ്യക്തമായ കാരണങ്ങൾ നമുക്കുണ്ട്. പഴയ സംഭവങ്ങളൊക്കെ എടുത്ത് നമ്മൾ ശരിയാണ് എന്ന് പലപ്പോഴും വാദിക്കാറുണ്ട്. ഇപ്പോഴത്തെ ഈ വിഷയവുമായി ഒരു ബന്ധവുമില്ലെങ്കിലും നമ്മൾ പഴയതോർത്തുകൊണ്ട് പറയും ഞാൻ ശരിയാണ് എന്ന്. അയാൾ എപ്പോഴും ഇങ്ങനെയാണ്, ഇവൾ എപ്പോഴും ഇങ്ങനെയാണ്, നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു വ്യക്തി എങ്ങനെ വന്നു പെട്ടു. ഇതിങ്ങനെ പറയുമ്പോൾ ഞാനും എൻ്റെ കുടുംബവും ഓക്കെ ആണ് എന്ന അർത്ഥം വരുന്നു. അറ്റ് എനി കോസ്റ്റ് നമ്മുടെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, ഞാൻ ശരിയാണ് എന്ന് പ്രൂവ് ചെയ്യുക. ഇനി ഇത് നമ്മുടെ ജോലി സ്ഥലത്തുമായിരിക്കാം. കൂടെ ജോലി ചെയ്യുന്ന ആളുകളുമായുള്ള ബന്ധങ്ങളിൽ പ്രശ്നമുണ്ടാകുന്നത് ഇതേ രീതിയിലാണ്. നമ്മുടെ സുപ്പീരിയേഴ്സുമായി, കൊളീഗ്സുമായി, നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളുമായി, മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ആളുകളുമായുള്ള ബന്ധം വഷളാകുന്നതെല്ലാം ഇത്തരത്തിലാണ്. ഇവിടെ നമ്മൾ ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ ഉപയോഗിക്കുന്നത് കമ്പനിയുടെ പോളിസിയും മറ്റ് പ്രൊസീജിയേഴ്സും എല്ലാം ആയിരിക്കും. ചിലപ്പോൾ എനിക്ക് കൂടുതൽ വിവരമുണ്ട് എന്ന് തെളിയിക്കാൻ ടെക്നിക്കൽ ടേംസും ജാർഗണും എല്ലാം ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ മൂന്നാമതായി നെയ്ബർഹുഡിൽ, അതായത് അയൽവക്കത്തിൽ താമസിക്കുന്നവരുമായുള്ള ചില വിഷയങ്ങൾ വരുമ്പോൾ അവിടെയും നമ്മൾ ശരിയാണ് എന്ന് വാദിക്കാൻ നമ്മൾ തയ്യാറാണ്. ഇങ്ങനെ നമ്മൾ ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ പറയും അവർക്ക് വിവരമില്ല, വിദ്യാഭ്യാസം കുറവാണ്, ലോകം കണ്ടിട്ടില്ല, ഈ നാടിന് പുറത്തു പോയിട്ടില്ല എന്നൊക്കെ. ഇവിടെയും ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ, ഐ ആം റൈറ്റ് എന്ന് സ്ഥാപിക്കാനാണ് ഉദ്ദേശം. നാലാമതായി സോഷ്യൽ മീഡിയ. ഇന്നത്തെ കാലത്ത് സമൂഹ മാധ്യമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വല്ലാത്ത പങ്ക് വഹിക്കുന്നുണ്ട് അല്ലേ? ഈ കാലത്ത് കൂടുതൽ ആളുകളുമായി നമ്മൾ ബന്ധം സ്ഥാപിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. ഇവിടെ എൻ്റെ ഭാഗം ശരിയാണ് എന്ന് സ്ഥാപിക്കാനായി അതനുസരിച്ചുള്ള പോസ്റ്റുകൾ ഞാൻ ഷെയർ ചെയ്യും,
വിപരീതമായത് കണ്ടാൽ ഞാൻ കണ്ടില്ല എന്ന് നടിക്കും. മറ്റ് ഇൻ്റലക്ച്വൽസ് പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ എടുത്ത് ഞാൻ പറയും. ഉദ്ദേശം ഒന്ന് മാത്രം, ഞാൻ ശരിയാണ്, നിങ്ങൾ ശരിയല്ല എന്ന് വാദിക്കാൻ. അങ്ങനെ വാദിച്ച് ജയിച്ചാൽ ഓട്ടോമാറ്റിക്കായി മറ്റേയാൾ തെറ്റാണ് എന്ന് വരുത്താൻ സാധിക്കുമല്ലോ. ഇവിടെ നോക്കേണ്ടത് അപ്പുറത്തുള്ള ആളും ഇതേ രീതിയിലാണ് ചിന്തിക്കുന്നത് എന്നും പ്രവർത്തിക്കുന്നത് എന്നുമാണ്. അപ്പോൾ ഈ ബന്ധം എന്തെങ്കിലും നേരെയാകുമോ? ഒരു കാലത്തും റെഡിയാകില്ല. ദ ബിഗസ്റ്റ് ഒബ്സ്റ്റക്കിൾ ടു റീബിൽഡിംഗ് ട്രസ്റ്റ് എന്താണെന്ന് അറിയണ്ടേ? നീഡ് ടു ബി റൈറ്റ്. ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഏറ്റവും വലിയ തടസ്സം ഞാൻ ശരി എന്ന പിടിവാശിയാണ്. വലിയ പാറ പോലെ നമ്മുടെ മുമ്പിൽ തടസ്സമായി നിൽക്കുകയാണ് ഈ ഒരവസ്ഥ. ഞാൻ ശരി എന്ന് സ്ഥാപിക്കാനുള്ള ഓട്ടപ്പാച്ചിലിൽ എൻ്റെ ബന്ധങ്ങൾ തകരുന്നു. തുടക്കത്തിൽ പക്ഷപാതങ്ങളെക്കുറിച്ച് പറഞ്ഞുവല്ലോ, ബയസ്. ഈ ബയസ് അല്ലെങ്കിൽ പക്ഷപാതമാണ് ഒരു മതിൽ പോലെ അല്ലെങ്കിൽ ചുമര് പോലെ നമ്മുടെ മുന്നിൽ നിലകൊള്ളുന്നത്. ചുമരെന്ന് പറയുമ്പോൾ വളരെ സ്ട്രോങ് ആണ്, അതായത് മറ്റേ വ്യക്തിയെ ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്ത അവസ്ഥ. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ പോലും ഈ വ്യക്തിയുടെ കേസിൽ നടക്കില്ല എന്ന് നിങ്ങൾ തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മതിലാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ ചായ്വ് അല്ലെങ്കിൽ പക്ഷപാതം ഇങ്ങനെ ഒരു മതിൽ പോലെ ആകാനുള്ള കാരണം നമ്മുടെ കുട്ടിക്കാലം മുതൽക്കുള്ള നമ്മുടെ വിശ്വാസങ്ങളും ശീലങ്ങളും ഒക്കെയാണ്. നമ്മൾ നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും ഒപ്പിയെടുത്ത ചില മൂല്യങ്ങളുണ്ടല്ലോ, അതുപോലെ തന്നെ കുട്ടിക്കാലത്ത് നമുക്കുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങളും ഒക്കെയാണ് ഞാൻ ശരിയാണ് എന്ന് സമർത്ഥിക്കാൻ നമ്മൾ അറിയാതെ ഉപയോഗിക്കുന്നത്. അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തി അത് തന്നെ ചെയ്യുന്നു. വി സീ ദ വേൾഡ് നോട്ട് ആസ് ഇറ്റ് ഈസ് ബട്ട് ആസ് വി ആർ. നമ്മൾ ലോകത്തെ കാണുന്നത് ലോകം എങ്ങനെയാണ് അങ്ങനെയല്ല, മറിച്ച് നമ്മൾ എങ്ങനെയാണ് അങ്ങനെയാണ്. ചിലപ്പോൾ ഈ പക്ഷപാതം ചുമരായിരിക്കില്ല, ഒരു കണ്ണട പോലെയായിരിക്കാം. ഈ കണ്ണട ഒരു സൺഗ്ലാസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ പവർ എത്രയാണോ അതനുസരിച്ചുള്ള പവർ ലെൻസ് ഉള്ള കണ്ണടയായിരിക്കാം, അല്ലെങ്കിൽ പൊട്ടിയ കണ്ണടയായിരിക്കാം. ഇതിൻ്റെ പ്രത്യേകത നമ്മുടെ കണ്ണടയുടെ കുഴപ്പങ്ങൾ മുഴുവൻ അപ്പുറത്തുള്ള വ്യക്തിയിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ മറ കണ്ണടയാകാനുള്ള കാരണം എന്തൊക്കെയാണ്? ചില തെറ്റിദ്ധാരണകൾ, ആ വ്യക്തി സംസാരിക്കുന്ന രീതികൾ, ആ വ്യക്തിയുടെ മുഖഭാവം അല്ലെങ്കിൽ ശരീരഭാഷ, മറ്റുള്ളവർ ആ വ്യക്തിയെക്കുറിച്ച് നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ. ചിലപ്പോൾ ആ വ്യക്തിയുടെ മുഖം പോലും നമുക്ക് തൃപ്തികരമായിരിക്കില്ല, അവരുടെ നിറം നമുക്ക് ഇഷ്ടമായി എന്ന് വരില്ല, ഡ്രസ്സ് ചെയ്യുന്ന രീതി നമുക്ക് ഇഷ്ടമല്ല, ചിലപ്പോൾ ആ വ്യക്തിയുടെ പേര് പോലും നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. ഇതേ ഗണത്തിൽപ്പെടുന്ന മറ്റൊരു വ്യക്തിയുമായുള്ള ബന്ധത്തിൽ വന്ന തകരാറുകൾ പോലും ഈ വ്യക്തിയിൽ നമ്മൾ ചാർത്തുന്നു. ഇതാണ് കണ്ണട. ദ ട്രൂത്ത് ഈസ് നോട്ട് ഓൾവേസ് ഈസി ടു സീ ബട്ട് ഇറ്റ് ഈസ് ഓൾവേസ് വർത്ത് സീക്കിംഗ്. സത്യം എല്ലായ്പ്പോഴും കാണാൻ എളുപ്പമല്ല, പക്ഷേ അതെല്ലായ്പ്പോഴും അന്വേഷിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ മറ നീക്കാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം അവിടെ ഒരു കണ്ണാടി കൊണ്ടുവയ്ക്കുക എന്നതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ പറയുന്നത് എന്താണ് എന്നും എന്തുകൊണ്ടാണ് എന്നും. ഇവിടെ ഐ ആം റൈറ്റ്, ഞാൻ ശരിയാണ് എന്ന് പറയുന്നതിന് പകരം അത് തിരിച്ചിട്ടാൽ ആം ഐ റൈറ്റ്, ഞാൻ ശരിയാണോ എന്ന് ചോദിക്കാം. ഞാൻ ശരിയാണ് എന്ന തോന്നൽ എങ്ങനെയാണ് ഉണ്ടായത്? അതൊരു പുനർവിചിന്തനത്തിന് വിധേയമാക്കിക്കൂടെ? എങ്കിൽ മാത്രമേ ബന്ധം നേരെയാകൂ. ദ നീഡ് ടു ബി റൈറ്റ് ക്യാൻ ബി എ ഹെവി ബർഡൻ. ലെറ്റ് ഗോ ഓഫ് ഇറ്റ് ആൻഡ് യു വിൽ ബി ലൈറ്റർ, ഫ്രീയർ ആൻഡ് ഹാപ്പിയർ. ഞാനാണ് ശരി എന്ന് സ്ഥാപിക്കേണ്ട ഒരു നീഡുണ്ടല്ലോ, അത് വലിയ ഭാരമാണ്. അത് ഒഴിവാക്കാൻ സാധിച്ചാൽ നമ്മൾ കൂടുതൽ ലൈറ്റായിരിക്കും, ഫ്രീ ആയിരിക്കും, ഹാപ്പി ആയിരിക്കും. ഞാനാണ് ശരി എന്ന് എനിക്ക് ആരോടാണ് പ്രൂവ് ചെയ്യാനുള്ളത്? അങ്ങനെ പ്രൂവ് ചെയ്തത് കൊണ്ട് എന്ത് പ്രയോജനം? പ്രൂവ് ചെയ്ത ശേഷം ബന്ധം വഷളായി കഴിഞ്ഞാൽ ആർക്കാണ് ദോഷം? നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നമ്മൾ ഒരു മാഗ്നിഫയിങ് ഗ്ലാസ് വെച്ച് നോക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാകും കുഴപ്പം നമ്മളിലാണ് എന്ന്. ഇവിടെ അയാമിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കണ്ടില്ലേ? കാര്യമായ കുഴപ്പം അയാമിൽ, അതായത് ഞാനിൽ ആണുള്ളത് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഞാൻ മറ്റുള്ളവരെ നോക്കി മനസ്സിലാക്കുന്നതിന് അറിവ് എന്ന് പറയും. ഞാൻ എന്നിലേക്ക് നോക്കി എന്നെ തന്നെ മനസ്സിലാക്കുന്നതിന് തിരിച്ചറിവ് എന്ന് പറയും. മറ്റേ വ്യക്തിയെക്കുറിച്ച് എത്ര അറിവുണ്ടെങ്കിലും തിരിച്ചറിവില്ലെങ്കിൽ ബന്ധം നേരെയാക്കാൻ ബുദ്ധിമുട്ടാണ്. തിരിച്ചറിവുണ്ടെങ്കിലോ മറ്റു വ്യക്തിയെക്കുറിച്ച് ഒരറിവില്ലെങ്കിലും ബന്ധം നേരെയാകും. അപ്പോൾ നമ്മൾ കൂടുതൽ ലൈറ്റാകും, ഫ്രീ ആകും, ഹാപ്പിയാകും. റൂമി പറഞ്ഞത് കേട്ട ശേഷം നമുക്ക് ധ്യാനത്തിലേക്ക് പോകാം. Be a witness, not a judge. Focus on yourself, not on others. Listen to your heart, not to the crowd. സാക്ഷിയാവുക, ജഡ്ജിയാകാതിരിക്കുക. തന്നിൽ ഫോക്കസ് ചെയ്യുക, മറ്റുള്ളവരിൽ ഫോക്കസ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷ ശ്രദ്ധിക്കുക.
ആൾക്കൂട്ടത്തിലേക്ക് ശ്രദ്ധ കൊടുക്കാതിരിക്കുക. തെറ്റുകൾ തിരുത്താനുള്ള സമയമായി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ശരികൾ ശരികളാണ് എന്ന് പറഞ്ഞ് പിടിച്ചിരുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഹൂ ഈസ് റൈറ്റ് എന്ന ചോദ്യത്തിന് ഇത്രയും കാലം ഐ ആം റൈറ്റ് എന്നല്ലേ നമ്മൾ സ്വയം പറഞ്ഞത്. ഇനി മുതൽ ആം ഐ റൈറ്റ് എന്ന് ചോദിച്ചു തുടങ്ങാം. അതിലൂടെ ബന്ധങ്ങളിൽ മാറ്റം വരുന്നുണ്ടോ എന്ന് നോക്കാം. നമ്മൾ വിജയിക്കുന്നത് നമ്മൾ ശരിയാണ് എന്ന് നമ്മളെയും മറ്റുള്ളവരെയും ബോധ്യപ്പെടുത്തുമ്പോഴല്ല. നമ്മൾ യഥാർത്ഥത്തിൽ വിജയിക്കുന്നത് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ശരിയാണ്, മറ്റുള്ളവർ ശരിയല്ല എന്ന് നമ്മൾ പറയുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ്. അവിടെയാണ് വിവേകം, അവിടെയാണ് വിജയം. ഇതിപ്പോൾ നിശ്ചയിച്ചാൽ എളുപ്പമായി. മതിൽ പൊളിച്ചു കളയാൻ മിനിറ്റുകൾ മാത്രം മതി, കണ്ണട ഊരി വലിച്ചെറിയാൻ സെക്കൻഡുകൾ മതി. പക്ഷേ ആദ്യം വേണ്ടത് അതിനുള്ള മനസ്സാണ്. നമുക്ക് മെഡിറ്റേഷനിലേക്ക് കടക്കാം. ഈ മെഡിറ്റേഷനിൽ വളരെ സിൻസിയറായി നിങ്ങളും മറ്റൊരു വ്യക്തിയും തമ്മിലുള്ള ബന്ധമുണ്ടല്ലോ, അതെത്രയും പെട്ടെന്ന് ശരിയാകണം എന്ന പൂർണ്ണ ആഗ്രഹത്തോടെ വേണം ചെയ്യാൻ. പ്ലീസ് ക്ലോസ് യുവർ ഐസ്. കണ്ണുകൾ അടച്ചു വെച്ചോളൂ. നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും വ്യക്തിയുമായോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് വ്യക്തികളുമായോ ഉള്ള ബന്ധത്തിൽ ഞാനാണ് ശരി എന്ന ചിന്ത പ്രബലമാണെങ്കിൽ ആ റിലേഷൻഷിപ്പ് മനസ്സിലേക്ക് കൊണ്ടുവരിക. ഈ വ്യക്തി എവിടെയാണുള്ളത്? ഫാമിലി, കുടുംബത്തിലാണോ? അല്ലെങ്കിൽ വർക്ക് പ്ലേസ്, ജോലി സ്ഥലത്താണോ? നെയ്ബർഹുഡ്, അയൽവക്കത്താണോ? അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ, സമൂഹ മാധ്യമങ്ങളിലൂടെയാണോ? ഈ ബന്ധത്തിൽ ഹൂ ഈസ് റൈറ്റ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഐ ആം റൈറ്റ് എന്ന് നിസ്സംശയം പറയാൻ താങ്കൾക്ക് കഴിയുന്നുണ്ട് അല്ലേ? അതിന് താങ്കളുടെ പക്കൽ ധാരാളം കാരണങ്ങളും ഉണ്ടാകും. ഇതിനെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ അവർ തെറ്റുകാരാണ് എന്ന് സ്ഥാപിക്കാൻ താങ്കൾക്ക് എളുപ്പം കഴിയും. ശരിയും തെറ്റിനും ഇടയ്ക്കുള്ള രേഖ നമ്മുടെ പക്ഷപാതങ്ങൾ കാരണമാണ്, അവർ ബയസസ്. നന്മയുള്ളവർക്ക് ഈ സത്യം എളുപ്പം മനസ്സിലാകും. ഇങ്ങനെ പക്ഷപാതം ഉണ്ടാകാനുള്ള കാരണം പഴയ ചില സംഭവങ്ങൾ, ആ വ്യക്തിയുമായുള്ള ചില ദുരനുഭവങ്ങൾ, കുട്ടിക്കാലം മുതൽക്കുള്ള വിശ്വാസങ്ങൾ, ശീലങ്ങൾ, മറ്റുള്ളവരിൽ നിന്നും കേട്ട ചില കാര്യങ്ങൾ, ഇവയൊക്കെ ആയിരിക്കാം. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ആ വ്യക്തി ശരിയല്ല എന്ന തോന്നൽ മനസ്സിൽ ഉറച്ചുപോയി. ഈ ബന്ധത്തിൽ താങ്കളുടെ മനസ്സ് തന്നെ ഒരു തടസ്സമായി നിൽക്കുകയാണ്. വിശ്വാസം പുനഃസ്ഥാപിക്കുന്നതിനുള്ള വലിയ തടസ്സമാണ് താങ്കളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ. ഞാൻ ആണ് ശരി എന്ന തോന്നൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ അത് ഒരു മതിൽ പോലെ, ചുമരുപോലെ നിങ്ങൾക്കും ആ വ്യക്തിക്കുമിടയിൽ പൊങ്ങി നിൽക്കുന്നുണ്ട്. ഈ തോന്നൽ ചെറുതായിട്ടേ ഉള്ളൂ എങ്കിൽ തടസ്സം ഒരു കണ്ണട പോലെ ആയിരിക്കാം. കണ്ണടയിൽ ഉള്ള പ്രത്യേകതകൾ ആ വ്യക്തിയിലും കാണുന്നുണ്ട്. ജീവിതത്തിൽ പോസിറ്റീവായ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറായിരിക്കുന്ന താങ്കൾ സത്യം മനസ്സിലാക്കാൻ തയ്യാറാണ്.
താങ്കളുടെ മുമ്പിലുള്ള മറ നീക്കാനുള്ള എളുപ്പമായ മാർഗം അവിടെ ഒരു കണ്ണാടി കൊണ്ടുവയ്ക്കുക എന്നതാണ്. ഈ കണ്ണാടിയുടെ സഹായത്തോടെ താങ്കൾക്ക് താങ്കളുടെ ഉള്ളിലേക്ക് നോക്കാൻ കഴിയും, സത്യത്തെ അറിയാൻ കഴിയും. ഐ ആം റൈറ്റ്, ഞാൻ ശരിയാണ് എന്ന തോന്നലിൽ നിന്ന് ആം ഐ റൈറ്റ്, ഞാൻ ശരിയാണോ എന്ന് ചോദിക്കാനുള്ള വലിയ മനസ്സ് താങ്കൾക്കുണ്ട്. ദ നീഡ് ടു ബി റൈറ്റ് ക്യാൻ ബി എ ഹെവി ബേർഡൻ. ഞാൻ ശരിയാണ് എന്ന് സ്ഥാപിക്കാനുള്ള ആവശ്യകത വലിയ ഭാരമാണ്. ലെറ്റ് ഗോ ഓഫ് ഇറ്റ് ആൻഡ് യു വിൽ ബി ലൈറ്റർ, ഫ്രീയർ ആൻഡ് ഹാപ്പിയർ. ഈ ആവശ്യകത ഉപേക്ഷിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ കൂടുതൽ ലൈറ്റാകും, ഫ്രീ ആകും, ഹാപ്പിയാകും. നമുക്ക് ഞാൻ ശരിയാണ് എന്ന് ആരോടും തെളിയിക്കേണ്ട കാര്യമില്ല. നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധിയാണ് സർവപ്രധാനം. അതിനായി ഞാൻ ശരിയാണ്, അതായത് ഐ ആം റൈറ്റ് എന്ന തോന്നൽ എങ്ങനെയാണ് ഉണ്ടായത്? ഇതന്വേഷിക്കുക. ഞാൻ ശരിയാണ് എന്ന ചിന്തയെ ഒരു പുനർവിചിന്തനത്തിന് വിധേയമാക്കുക. പഴയകാല ഓർമ്മകളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഇതിങ്ങനെയാകാനുള്ള കാരണം ആരായുകയാണ് ചെയ്യേണ്ടത്. സത്യസന്ധമായി ഈ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞാൻ ശരിയാണ്, ഐ ആം റൈറ്റ് എന്ന തോന്നലിൽ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാണാൻ സാധിച്ചേക്കും. താങ്കൾ തുറന്ന മനസ്സുള്ള ഒരു വ്യക്തിയായതുകൊണ്ടാണ് അങ്ങനെ കാണാൻ കഴിയുന്നതും ഒരു തിരിച്ചറിവിലേക്കെത്താൻ സാധിക്കുന്നതും. ഒത്തിരി സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട്. ലൈറ്റ് ഫീലിംഗ് വരുന്നുണ്ട്. തിരിച്ചറിവ് പൂർണ്ണമാകുമ്പോൾ മുമ്പിലുള്ള മതിൽ പൊളിഞ്ഞു വീഴുന്നത് കാണാം. ആ കണ്ണട ഊരി വലിച്ചെറിയുക. അപ്പോൾ സത്യം സത്യമായി തന്നെ കാണാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് താങ്കൾക്ക് എത്താൻ കഴിയുന്നു. ഇത്രയും കാലം അപ്പുറത്തുള്ള വ്യക്തിയെ മനസ്സിലാക്കാൻ ശ്രമിച്ചത് അറിവിന് വേണ്ടിയാണെങ്കിൽ ഇപ്പോൾ സ്വയം പഠനത്തിന് വിധേയമായപ്പോൾ തിരിച്ചറിവ് ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. ഈ തിരിച്ചറിവ് ഈ വ്യക്തിയുമായുള്ള ബന്ധത്തിൽ മാത്രമല്ല, മറ്റനവധി ബന്ധങ്ങളിലും സാഹചര്യങ്ങളിലും താങ്കൾക്ക് ഗുണം ചെയ്യും എന്ന ഉത്തമ വിശ്വാസമുണ്ട്. ഇത് സന്തോഷവും പ്രത്യാശയും നൽകുന്നുണ്ട്. കൂടുതൽ ലൈറ്റ് ഫീലിംഗ് അനുഭവപ്പെടുന്നു. ഹാപ്പി ഫീലിങ്സും ഉണ്ടാകുന്നു. റൂമി പറഞ്ഞതുപോലെ താങ്കൾ ഇപ്പോൾ ഒരു സാക്ഷിയാണ്.
മുമ്പ് ഒരു ജഡ്ജിയായിരുന്നു എന്ന് ഇപ്പോൾ മനസ്സിലാകുന്നു. ഇനി അങ്ങോട്ട് മറ്റുള്ളവരിൽ നിന്നും ഫോക്കസ് മാറ്റിയ ശേഷം തന്നിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങുക. ആൾക്കൂട്ടത്തിൽ നിന്ന് ശ്രദ്ധ മാറുമ്പോൾ തൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷ അറിയാൻ കഴിയുന്നു. നമ്മുടെ ശരികളേക്കാൾ വലുത് ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ബന്ധങ്ങളാണ് എന്ന് തിരിച്ചറിയുന്നു. ഞാൻ ശരിയാണ് എന്ന തോന്നലിനുള്ള പ്രധാന കാരണങ്ങൾ മനസ്സിലാക്കിയപ്പോൾ വിവേകമുണ്ടായി, വലിയ തിരിച്ചറിവും ഉണ്ടായി. ഈ തിരിച്ചറിവാണ് താങ്കളുടെ വിജയം. ഫീലിംഗ് സോ ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ്. അനുഗ്രഹീതമായ ഈ അവസ്ഥയിൽ നിന്നും 1 മുതൽ 5 വരെ എണ്ണുമ്പോൾ താങ്കൾ സ്നേഹബന്ധങ്ങൾ കെട്ടിപ്പടുക്കാനായി പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ചുകൊണ്ട് സന്തോഷത്തോടെയും ശുഭാപ്തി വിശ്വാസത്തോടെയും തിരിച്ചു വരികയാണ്. 1 feeling good, 2 feeling light, 3 feeling happy, 4 പതുക്കെ പുഞ്ചിരിച്ചുകൊണ്ട്, and 5 gently opening your eyes. പതുക്കെ കണ്ണുകൾ തുറക്കാവുന്നതാണ്. പ്രോസസ്സ് ഭംഗിയായി ചെയ്യാൻ കഴിഞ്ഞില്ലേ? ഹൂ ഈസ് റൈറ്റ് എന്നതിന് ഉത്തരം കിട്ടിയില്ലേ? എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഞാൻ ശരിയാണ് എന്ന കയറിൽ പിടിച്ചിരുന്നത് എന്ന് മനസ്സിലായില്ലേ? മതി, ഇത് മാത്രം മതി നിങ്ങളുടെ ജീവിതം മനോഹരമാകാൻ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.